ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ ലുലുവിന് എല്ലാ ദിവസവും പാല് കട്ടെടുത്തിട്ടല്ലേ വരാറ്? അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലോ കാര്യങ്ങളോ ഉള്ള ദിവസം അതെടുക്കും കേട്ടോ. അതായത് നമ്മൾ എടുക്കാൻ മറക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസം നമ്മൾ ഇതുപോലെ ബോട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ്സൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ നമുക്ക് പേപ്പർ ഗ്ലാസ് ഒന്നും കിട്ടാതെ വന്നാലും നമ്മളിതുപോലെ ചായയോ കോഫി എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങും കേട്ടോ. എന്നിട്ട് ആ ഒരു ടീ കപ്പാണ് എടുക്കാറ്, അല്ലാതെ പേപ്പർ ഗ്ലാസ് വെച്ച് അവിടെ നിന്ന് തരില്ല കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ബോട്ടിലെടുത്തിട്ട് ചൂടാറ്റിയിട്ടാണ് കൊണ്ടുപോകുക കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ബിസ്ക്കറ്റ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കഴിക്കില്ലെന്ന് അറിയില്ല, എന്നാലും എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നന്നായിട്ട് കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു ഇന്ന് അവിടെ. അവർക്ക് എല്ലാവർക്കും കൊടുത്തുവിടും. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ വന്ന വഴിക്ക് ആ ഗാർഡനിലെ ഒരു വ്യൂ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. സൺലൈറ്റ് ഇങ്ങനെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ലുലുവിൻ്റെ അമ്മയാണ് കേട്ടോ. ലുലുവിൻ്റെ അമ്മ നമ്മൾ വന്നപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ലുലുവിൻ്റെ അമ്മയുടെ അവിടെ കിടന്നത് അവൻ്റെ പാട്ടിയാണ് കേട്ടോ. ലുലുവിൻ്റെ പാട്ടി, അതായത് ലുലുവിൻ്റെ ലുലുവിൻ്റെ അമ്മയുടെ അമ്മ. നമ്മൾ വരുമ്പോൾ കണ്ടതൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. നമ്മുടെ ലുലു വന്നിട്ട് ഒരു കുട്ടി പയ്യൻ്റെ ചെരുപ്പ് എടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ ഈ ലുലുവിന് പിന്നാലെ ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ പാല് കൊടുത്തു. അപ്പം പാല് കൊടുക്കുന്ന ടൈമിൽ ആ കുട്ടി എവിടെ പോയി, ആ കുട്ടിയുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ലുലു അങ്ങോട്ടേക്കേ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ കളിക്കുന്ന ടൈമാണല്ലോ, അപ്പോൾ അവൻ്റെ ചിന്ത അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പാലാദ്യം കൊടുത്തപ്പോൾ അവൻ ആദ്യം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകുമായിരുന്നു കേട്ടോ. അവൻ ഇന്ന് ബിസ്ക്കറ്റ് തിന്നാനുള്ള മൂഡായിരുന്നു കേട്ടോ. നേരത്തെ ഒന്നും ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ കഴിക്കില്ല, പാലായിരുന്നു കുടിക്കുക. ഇപ്പോൾ അവന് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് ആഗ്രഹം കേട്ടോ. അതുകൊണ്ട് നമ്മളിന്ന് ബിസ്ക്കറ്റ് ആണ് തോനെയും കഴിച്ചത്. അവ എന്തോ ഭാഗ്യത്തിന് നമ്മളിന്ന് കുറേ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നു. ഇത് ലുലുവിൻ്റെ അച്ഛനല്ല കേട്ടോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇത് ലുലുവിൻ്റെ മാമനാണ്, ലുലുവിൻ്റെ അമ്മയുടെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ ഒരു സെക്യൂരിറ്റി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവരൊക്കെ കുട്ടിയായിരുന്ന ടൈമിൽ, ലുലുവിൻ്റെ അമ്മയും ഒക്കെ കുട്ടിയായിരുന്ന ടൈമിലേ അവിടെയാണ് അവരെ പ്രസവിച്ചെടുത്തുമൊക്കെ, അവിടെയാണ് അവരുടെ ലൈഫ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ചേച്ചിമാരും അവിടെ ഗാർഡൻ നോക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ, ഉച്ചയ്ക്കൊക്കെ ഫുഡ് കൊണ്ടുവരുന്ന ടൈമിൽ ഇവർക്കും കൂടി എടുത്തിട്ട് വരും. അപ്പോൾ ഇവർക്കും കൊടുക്കും, അവരും കഴിക്കും. അത് അവർ പറഞ്ഞ് കേട്ടപ്പോൾ അവരുടെ ഒരു ഫേസിൽ ആ ഒരു പ്ലസൻറ്റ് സ്മൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഹാപ്പിനെസ് തോന്നി കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി കാണും, ഒരു 1000 പേരെടുത്താൽ അതിലൊരു 10 പേര് അത്രയൊക്കെ കാണുള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ ഇതുപോലൊരു ഓഫീസ് അറ്റ്മോസ്ഫിയർ നമ്മുടെ നാട്ടിലുണ്ടായാൽ മേ ബി അത്രയും നമ്മൾ ഒരു കൊച്ചു കുട്ടികളെ നോക്കുന്ന പോലെ പരിപാലിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഇവിടെ ആ ഒരു വാക്കിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും, ആ ഒരു ഫേസിൽ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ കുട്ടികളെ പോലെയാണ് കേട്ടോ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലുലുവിൻ്റെ കാര്യത്തിൽ. കാര്യം ലുലുവിനെ ഇൻ കേസ് ഞാനോ എൻ്റെ ഫ്രണ്ട്സോ ഒക്കെ നോക്കിയില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നോക്കൂട്ടോ. അത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെയുള്ള എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നത് പ്രീതിയാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കണേ.